ഇറങ്ങിയത് ഇപ്പൊ 2 ദിവസമായിട്ടേ ഉള്ളൂ. 15 ദിവസത്തെ പരവളല്ലേ ഇളക്കിട്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ജയിലിലേക്ക് തന്നെ പോണം. അല്ലാണ്ട് ഒന്നും ഇപ്പൊ നമ്മള് മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. എനിക്കതിനെ പറ്റി അറിയില്ല. എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല പുറത്തിറങ്ങാൻ. പിന്നെ എന്താ എല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ റെഡിയാക്കിയപ്പോ ഒരു 15 ദിവസം കിട്ടി. അപ്പൊ ഇറങ്ങിന്ന് മാത്രം. അല്ലാതെ ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്താ നാട്ടുകാരുടെ കണ്ണും മൂക്കും കാണാം. എടാ ഞാൻ അറിയാതെ സംഭവിച്ചതാണ്. എന്റെ ഒരു കയ്യബദ്ധം പറ്റിയത് എന്റെ അടുത്ത്. ആള് മരിക്കും എന്നുള്ളത് ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ. അല്ല ഇപ്പൊ നമ്മളെ സുഹൃത്തിനെ കുത്തിക്കൊല്ലോ? ഒരിക്കലില്ല. പക്ഷെ എന്നാലും പറയണോരവിടെ പറയട്ടെ. അല്ലാണ്ട് എന്താ ചെയ്യാ. ജയിലിലായി, കൊലപാതകമായി. ഇനിയിപ്പോ അത് മാറില്ലല്ലോ. എന്റെ ഈ ജമ്മ അവസാനിക്കണ വരെ ഞാൻ മാറൂലല്ലോ. അങ്ങനെ തന്നെ നോക്കാം. ഹോസ്പിറ്റലിലേക്ക് റജിന അമ്മായിടെ വീട്ടിക്ക്. അനക്കിപ്പോ നമ്മളെ കാണാൻ വെറുപ്പായിരിക്കില്ലേ? അല്ല ഞാനതിന് തെറ്റ് പറയുന്നില്ല. സ്വന്തം ഭർത്താവിനെ കൊന്ന ഒരാളോട് എന്തായാലും ഇഷ്ടം ഉണ്ടാവൂലല്ലോ. പക്ഷെ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാരും വിചാരിക്കണ പോലെയല്ല. എങ്കിലും മനസ്സിലാക്കണം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലടോ. ഒരു അബദ്ധം അന്ന് പറ്റിപ്പോയതാ. ഞാൻ അന്ന് എല്ലാവരോടും കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണ്. അപ്പോഴത്തെ ആ ഒരു ഇതില്, അല്ലാതെ എന്റെ കൂട്ടുകാരനെ ഞാൻ അങ്ങനെ ചെയ്യും? ഞാൻ കാരണം ഈ വിധവയെ എനിക്കതിൽ നല്ല വിഷമമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? അങ്ങനെ സംഭവിച്ചു പോയി. ഈ എന്തായാലും എന്നോട് പൊരുത്തപ്പെടണത്. നല്ലൊരു മാസല്ലേ, റമദാനല്ലേ. ഞാൻ ഒരു 15 ദിവസത്തെ പരോളിന് ഇറങ്ങിയാണ്. എന്റെ കുട്ടി എത്തിയമായപ്പോ നമുക്ക് മനസ്സമാധാനായില്ലേ? ആ, എല്ലാം അള്ളാടെ വിധി പോലെ വരട്ടെ. ഞാൻ പറഞ്ഞില്ലടോ, ഇതൊന്നും ഞാൻ മനഃപൂർവ്വമല്ല. ഈ റമദാനിലെങ്കിലും എന്നോടൊന്ന് പൊരുത്തപ്പെടാൻ ഞാൻ പറഞ്ഞില്ലേ. ഒന്ന് പൊരുത്തപ്പെടും മോനെ. ആ കുട്ടിയുടെ മനസ്സിലും കൂടി എന്നോട് പകയല്ലോ. വാ, മോനെ ഞാൻ കണ്ട്. ഇല്ലാണ്ടാക്കിയവനെ ആ പാലത്തിന്റെ അവിടുന്ന്. എന്നിട്ട് ഉമ്മച്ചി അവിടെ സംസാരിക്കല്ലായിരുന്ന. അപ്പൊ അവൻ ജയിലിൽ പുറത്തിറങ്ങി. ഞാൻ എന്തായി കേൾക്കണത്? അയാള് വഴിയിലുണ്ടായിരുന്നക്ക. എന്നിട്ട് അയാൾ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നതാ. ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ ചെന്നതല്ല. അയാൾ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ ഭർത്താവിനെയാണ്. പക്ഷെ എനിക്ക് നിന്റെ ചോരയാണ് നഷ്ടപ്പെട്ടില്ല. അറിയോ നിനക്ക്? മതി, നിർത്താറായില്ലത്. ഇത്ര കാലായി. അതിന് അയാൾക്ക് വേണ്ട അത് പടച്ചോൻ കൊടുത്തോളും. ഓരോ വേണ്ട ഞാൻ കൊടുക്കും. വേണ്ടക്ക, മതി. ഒന്നിന്റെങ്കിലും ഈ മാസത്തെങ്കിലും നിങ്ങൾ ഓർക്കണട്ടാ. മതി, നിങ്ങൾ അന്ന് തന്നെ അയാൾക്ക് വേണ്ടതൊക്കെ കൊടുത്തതല്ലേ. പിന്നെ ഇനി ബാക്കി എന്തെന്ന് ആയിക്കോട്ടെ. നമ്മളായിട്ട് ഇനി ഒന്നിനും പോണ്ട. എനിക്ക് അത്രേ വിധിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞമ്മക്ക് അത്രേ വിധിച്ചിട്ടുള്ളൂ. കാനെ കൊണ്ട് നിങ്ങൾ അങ്ങനെ വിചാരിച്ച് സമാധാനിക്കും. എനിക്ക് എന്ത് വേദന ഇല്ലാഞ്ഞിട്ടാ? എന്റെ കുട്ടറ വാപ്പല്ല നഷ്ടപ്പെട്ടത്. എനിക്ക് നല്ലോണം പെടയുണ്ട് ഓനെ കണ്ടപ്പോ. ഓനെ ഞാൻ കുത്തിക്കൊല്ലും. പക്ഷെ എന്താ കാര്യം? മതി, നിർത്തിക്കൂടെ? എന്റെ അനിയൻ പോയിട്ട് 7 കൊല്ലായി. ഓനില്ലാത്ത 7ാമത്തെ റമദാനാണിത്. അറിയോ?
ആ റമദാനെ മുന്നിൽ നിർത്തിയിട്ട് തന്നെ ഞാൻ പറഞ്ഞത് മതിക്കാ, ഇനി മതി. എല്ലാ വിഷമങ്ങളും നമുക്ക് ഇനി അടക്കാം. അങ്ങനെ അടക്കില്ല, അങ്ങനെ അടക്കണ്ട. ഓനുള്ള ഞാൻ കാത്തു വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എവിടെയുള്ള പോന്? എവിടെണ്ടാ? എവിടുന്നാ കണ്ടു പോനെ? ഈ എന്തിനാ ഓനോട് വർത്തമാനം പറയാൻ പോയി? ഇങ്ങോട്ട് വന്ന് വർത്താനം പറഞ്ഞതൊക്കെ എനിക്ക് ഇഷ്ടണ്ടായിട്ടല്ല, പിന്നെ മടുത്ത്. ഇനി ആരോടും പക നമുക്ക് വേണ്ട, പോട്ടെ. മതിക്ക, ഇനിയെങ്കിലും നിർത്താം നമുക്ക്. ഈ കാര്യം ഈ എന്നോട് പറയണ്ട, ഈ അടുക്കളത്തെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. ഇതെന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. വാടാ, ഈ എവിടെ അവനെ കണ്ടത്?